മധുസുളൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായിട്ട് പോവാട്ടാ. അപ്പൊ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് ഇന്ന് 3 മണിക്കാണ് നമുക്ക് ചെക്കപ്പ് നമ്മൾ തൃശ്ശൂരാണ് കാണിക്കുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച എന്തായാലും അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുത് വരാൻ. ഞാൻ ദൈവത്തിനോടൊക്കെ ചെറിയ പണക്കായിരുന്നല്ലോ. പണക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പൊ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഭയങ്കര ടെൻഷൻ ഉള്ളതുകൊണ്ടും പ്രാർത്ഥിച്ചിട്ട് ലാസ്റ്റ് കുഞ്ഞൻ പറഞ്ഞു ഇനി ഒരു കുഞ്ഞുണ്ടായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. കുഞ്ഞുണ്ടായിട്ടൊന്നല്ല, പ്രഗ്നന്റ് ആയിട്ട് അതന്നെ അത് പ്രഗ്നന്റ് ആയിട്ടാണ് ഇനി ഞാൻ അമ്പലത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശപതിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മള് ടെസ്റ്റ് ചെയ്യുമ്പോ വേറെ കാണിക്കുന്നു, പിന്നെ ഉണ്ടാവാതെയാണോ, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി മെന്റലായിട്ട് ഒരു ഡൗൺ ആവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിട്ടാ കഴിഞ്ഞ പ്രാവശ്യം. കറക്റ്റ് 1 മാസം വയ്ക്കും ദൈവം അനുഗ്രഹിച്ച് പ്രഗ്നന്റ് ആയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റൽ ചെക്കപ്പ് ചെയ്യാൻ പോകാണ്ട് മുന്നേ കണക്കൊക്കെ മാറ്റി അത് ഗർഭിണിയായിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് എപ്പോഴും വരാറുള്ളതാണ്. എന്താ പറഞ്ഞ ശരിക്കും പേര്? ഞങ്ങളിപ്പോ ആവണങ്ങാട് പോയി കനർക്ക എന്താ സ്വാമി കാനടക്കാവ് ക്ഷേത്രത്തിലുണ്ട്. അപ്പൊ നമ്മളെ അമ്പലത്തിൽ വരാറുണ്ടെങ്കിലും പക്ഷെ ഇവിടുത്തെ ഒരു അച്ഛന്റെ അനുഗ്രഹം കിട്ടിയിട്ടാ. ഇവിടെ ഏറ്റവും മുതിർന്ന ഒരു അച്ഛനുണ്ടായി. അന്ന് ഞാൻ പണ്ട് ഒരൊട്ടം വാങ്ങിച്ചിട്ടുണ്ട് ഖത്തറിൽ പോണ കാര്യത്തിനൊക്കെ. പിന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോ ഏട്ടൻ പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങാന്ന് പറഞ്ഞ് അച്ഛൻ തൊഴുതുകൊണ്ടിരിക്കുന്നുണ്ടായിട്ട്. അപ്പൊ അച്ഛൻ അവിടെ നിക്കണപ്പോ നമ്മൾ പോയി അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പൊ മനസ്സിനൊരു സമാധാനം. ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായി. പക്ഷെ എന്താന്ന് വെച്ചാ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അവിടുത്തെ ലാബില് പറഞ്ഞല്ലോ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡോക്ടറിനെ അയച്ചു കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി പോസിറ്റീവ് ആണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇനി തുടക്കമായോണ്ടാണ് HCG ലെവൽ ഇങ്ങനെ കാണിക്കണേന്ന് നമുക്കറിയില്ല. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഡോക്ടറെ കാണിക്കണ വരെ എന്തായാലും എനിക്ക് ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കാര്യം കിട്ടിയ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ടെൻഷനൊക്കെ അടിച്ചാണെന്ന് തോന്നുന്നു നേരത്തെ എണീച്ചു. ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരു ഇതിൽ നേരത്തെ എണീച്ചു. പിന്നെ നമ്മൾ വിളിച്ചറിഞ്ഞ 3 മണിക്കാണ്. അപ്പൊ എന്തായാലും അമ്പലങ്ങളിലൊക്കെ തൊഴുത് ഇന്നലെ ഏതായാലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറി തൊഴുതിട്ടാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പൊ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടല്ലേ നമ്മളിപ്പോ നമ്മളെ ചെക്കപ്പിനായിട്ട് പോണത്, ഉണ്ണീനായിട്ട് കാണിക്കാനായിട്ട് പോണത്. അപ്പൊ എന്തായാലും നമുക്ക് ദൈവത്തിന് അനുഗ്രഹമൊക്കെ വാങ്ങി പോവാന്ന് വിചാരിച്ചു അല്ലെ. എല്ലാം നല്ലതാവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാരും പ്രാർത്ഥന വേണം. അപ്പൊ അമ്മ അവിടെ നിന്നിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക്. അമ്മ വരുമ്പോ എന്തായാലും 3 മണിയാവും. അമ്മ പറഞ്ഞ ഇടയിൽ വെച്ചിക്കാനെ ഫുഡ് കഴിച്ചാൽ എന്നാലും അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടിയിട്ട് വരുന്നുണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് ഒക്കെ ഇങ്ങനെ ശരിയാവണ വരെ എനിക്കൊരു സമാധാനം ഇല്ലാതാണ്. ഞാനതിൽ ഭയങ്കര എൻജോയ്മെന്റോ സന്തോഷിക്കുന്നില്ല കേട്ടാ. ഞാനായാലും ഏട്ടനായാലും ഭയങ്കര ടെൻഷനാണ്. അമ്മ ഇങ്ങനെ വിളിച്ചമ്മ പറയണ്ട ഓക്കെ ആവും, നീ പേടിക്കൊന്നും വേണ്ടെന്ന്. എന്നാലും നമുക്ക് ഈ ഹോസ്പിറ്റലിൽ പോയി വന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനമുള്ള വാർത്തയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫോണിന്റെ സ്പേസ് കഴിഞ്ഞിട്ട്. അപ്പൊ എന്താ ഏട്ടനെ പറയാനുള്ളത്? എന്തേലും പറയാണ്ടോ ഫോണിനെ കുറിച്ച്? ടെൻഷൻ ഉണ്ട്. അത് മാത്രല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കുറെ ആള് ഞങ്ങൾക്ക് രണ്ടാക്കുന്ന പറഞ്ഞ പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് കിട്ടുകയാണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് സന്തോഷിക്കാൻ അവസരം കിട്ടാറില്ല. ആ ഒരു സംഭവത്തിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ സന്തോഷിക്കുന്നത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ പ്രഗ്നന്റ് ടെസ്റ്റ് ചെയ്തപ്പോഴായാലും നോർമൽ ആൾക്കാർക്കൊക്കെ അപ്പൊ തന്നെ പോസിറ്റീവ് ഹാപ്പി ആവാനുള്ള സമയം കിട്ടാറുണ്ട്. ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ടെസ്റ്റിന്റെയും കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഇടാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. നമ്മളിത് കഴിഞ്ഞ് ഇന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഇപ്പൊ പൊന്നേച്ചിനെ കാണിച്ച ഡോക്ടർ തന്നെയാണ് ഞാനും കാണിക്കുന്നത്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറോടെല്ലാം പറഞ്ഞ് ഡോക്ടറും കൂടി പറയണതൊക്കെ കേട്ടാലൊരു സമാധാനം ആവുള്ളൂ. പിന്നെ എനിക്കിപ്പോ എന്താ വെച്ചാൽ ഏറ്റവും വലിയ പണി എന്തെങ്കിലും ഉണ്ട് ചാറ്റ്ജിപിയോട് ചോദിക്കുക. ചിലത് കേട്ട വിഷമവും ചിലത് കേട്ട സന്തോഷവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പൊ കുറച്ചുനേരം ഫോൺ എടുത്ത് വെച്ചിട്ട് എനിക്കാണെങ്കിലും ഇപ്പൊ ഒരു 3 മണി ആയാൽ മതി എന്നായിട്ടാ ഡോക്ടറെ അടുത്ത് പോയി അല്ലെ. ഒന്ന് മനസ്സിനൊന്ന് ഹാപ്പി ആവണ ഒരു വാർത്ത കേട്ട സമാധാനാവും. എന്താണെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ ഞാനായിട്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അമ്മയും പൊന്നേച്ചിയും കുണുക്കനൊക്കെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കുണുക്കനല്ല അമ്മയൊക്കെ പറയുന്നത് പേടിക്കേണ്ട കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ അത് ഉണ്ടായോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര ടെൻഷൻ. കാത്തുമ്മ ഇന്നലെ ചോദിക്കാണ് കുഞ്ഞിന്റെ വയറ്റിൽ എന്തുണ്ണിയാ, ആണുണ്ണിയ പെണ്ണുണ്ണിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ.
അത് നമുക്ക് ടെൻഷൻ വരാൻ കാരണം ഈ പറഞ്ഞ പോലെ ഈ കൊറേ ഹോസ്പിറ്റലിൽ ഇതിന് വേണ്ടിട്ട് നടന്നിട്ടുണ്ടല്ലോ, കുറേ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. പിന്നെ പിന്നെ ലാബില് കുഞ്ഞിന്റെ ശരീരപ്രതി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്ന് എല്ലാം എവിടെ പോണ നാസ വിട്ട റോക്കറ്റ് പോയി കുഞ്ഞിന്റെ മേത്തൊന്ന് വീഴുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ അത് മാത്രല്ല PCOD ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷനും. പിന്നെ എല്ലാം പോസിറ്റീവ് ആയാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും അവര് വിളിച്ചിട്ട് ലാബുകാർ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ആയത്. ഇത് പോസിറ്റീവ് ആണല്ലേന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ. പിന്നെ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു നമുക്ക്. എന്നാലും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞപ്പോ നമുക്ക് എന്തായാലും നേരെ വൈകിക്കണ്ട വെച്ചു. ഞങ്ങള് നാളെ മറ്റന്നായിട്ട് ഇന്നൊരു ഷൂട്ട് ഉണ്ടായത് വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ അത്രയും ദിവസം നിന്നാ ഞാൻ ടെൻഷൻ അടിച്ച് വേറെ എന്തെങ്കിലും എനിക്ക് പറ്റും. ടെൻഷൻ അടിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടാ വെച്ചിട്ട് എനിക്കിപ്പോ ടെൻഷൻ അടിച്ചിട്ട് ഈ ഒരു സൈഡ് വേദനിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ടെൻഷൻ വേണ്ട വെച്ചിട്ട് ഇന്ന് തന്നെ പോവാന്ന് വെച്ചത്. എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ ഞാനാണെങ്കിലും ഇന്നലെ ഒന്നും മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. ഉറക്കൊന്നുമില്ല, എനിക്ക് തീരെ ഉറക്കില്ല. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊന്നും അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മൂവി കാണായിരുന്നു. മൂവി കാണുമ്പോ കുഞ്ഞിനെ തിരിഞ്ഞിരുന്നിട്ട് ടാറ്റ ജീപ്പിലെടുത്ത് ചാറ്റാണ്. പിന്നെ അത് മാത്രല്ല ഞാനിങ്ങനെ മൂവി ആണെങ്കിൽ ഏട്ടന്റെ കൂടെ ഇരുന്ന് കാണുന്ന ആള് ഞാൻ തിരിഞ്ഞൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങാന്ന് വെച്ച് വേറെ ഒന്നിനല്ല, ടെൻഷൻ ഇങ്ങനെ ഉണർന്ന് എടുക്കുമ്പോ ഇങ്ങനെ സിനിമ ആണെങ്കിലും മൈൻഡിൽ ഇങ്ങനെ ടെൻഷൻസാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെയും കണ്ണടച്ച് കിടന്നൊന്ന് ഉറങ്ങാന്ന് വെച്ചത്. എന്നാലും മനസ്സമാധാനമുള്ള ഉറക്കൊന്നും കിട്ടിയിട്ടില്ല. സാധാരണ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് അലക്കാനും അലക്കിടാനൊക്കെ ഉണ്ടാവും. ഞാൻ കുഞ്ഞൻ പറയാണ് ഇനിയൊക്കെ ചെയ്ത് എന്റെ എനിക്ക് സ്റ്റെപ്പ് അധികം കയറുന്നത് റിസ്ക് ആണെന്ന് ആവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ അധികം സ്റ്റെപ്പ് ഏട്ടന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനെല്ലാം ചെയ്യിപ്പിക്കില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറ്റുന്നതൊക്കെ ചെയ്യും. ഇപ്പൊ ഞാൻ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞിട്ടാ അയ്യ എന്താ ചെയ്ത തുണി വാഷിംഗ് മെഷീനിലിട്ടു അത് ചെയ്തിട്ടുള്ളൂ കേട്ടാ. തുണി വാഷിംഗ് മെഷീനിൽ ഭയങ്കര അതല്ല ഏട്ടൻ തന്നെ പറഞ്ഞിട്ടാട്ടാ അല്ലേ? ആരാ പറഞ്ഞ എന്നോട്? ഞാൻ ചെയ്യാന്ന് പറഞ്ഞ. ഒന്നാമത് ഇപ്പൊ സ്റ്റെപ്പ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എല്ലാരും മുകളിലാണ്, ഞങ്ങൾ കുളിക്കാനൊക്കെ മുകളിലാണ്, ഫുള്ള് മുകളിൽ തന്നെ പോണത്. അപ്പൊ സ്റ്റെപ്പ് കയറിൽ ഇറങ്ങലൊക്കെ ഭയങ്കര ഒരു മുഷ്കിലായതുകൊണ്ട് യാത്ര ഇപ്പൊ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ ശരിയാവുന്നൊക്കെ വിചാരിക്കും. നമ്മളിന്ന് ദൈവത്തിന്റെ അടുത്ത് നമുക്ക് പോയി വന്നപ്പോ കുറച്ചും കൂടെ ഒരു മനസ്സമാധാനം ഉണ്ട്. വരുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആലോചനയിലായിരിക്കും. ഏട്ടൻ എന്നോട് നോക്കുള്ളൂ കുഞ്ഞിവിടെ ഒന്നല്ല എന്ന് പറയണ. എന്താ വെച്ചാൽ എന്റെ ആലോചനയും മൈൻഡൊക്കെ വേറെ എവിടെയെങ്കിലും പോകും. ചില നേരത്ത് നെഗറ്റീവായിട്ട് മൈൻഡ് പോകും. നെഗറ്റീവ് എന്ന് വെച്ചാ ഇപ്പൊ ഇത് വേറെ വല്ല പ്രശ്നമാവോ അങ്ങനെയാവും ഇങ്ങനെയാവോ അങ്ങനത്തെ നെഗറ്റീവ് മൈൻഡ് പോകും. ചില നേരത്ത് കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു സന്തോഷത്തില് പോകും. അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. എന്തായാലും ഇനി പോയിട്ട് നോക്കണം. കാറൊക്കെ പയ്യെ ഓടിക്കണേ. ഏട്ടനാണ് തീരെ ശീലമില്ലാത്ത പരിപാടിയാണ്. ചില നേരത്തെ ഒരു സ്പീഡിക്ക് പോകാൻ പറയും കേട്ടാ പയ്യെ പോവാം എന്താ പറയാ പോണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പുതിയൊരു ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാ 12:30 ആയിട്ടുള്ളൂ കേട്ടാ. നമ്മള് നേരത്തെ ഇറങ്ങിയതാണ്. നമുക്ക് നേരത്തെ ഇറങ്ങിയ വേറെ ഒന്നുമല്ല, ഒരു വർക്കിന്റെ ഒരു സാധനം കൊടുക്കാണ്ട് അതുകൊണ്ട് വേണ്ടി മാത്രം ഇറങ്ങി. അതുകൊണ്ട് മാത്രല്ല അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് ഇറങ്ങി. കാരണം ഇത് ഞങ്ങൾക്ക് 10 മണിക്കാണ് ആദ്യം വിളിച്ച് പറഞ്ഞത് അല്ലേ? അല്ല 10 മണി 3:30 ഡോക്ടർ ഇന്നലെ വിളിച്ചു പറഞ്ഞു. 7 മണിക്ക് അപ്പൊ ഇന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഈ ടൈമിലാണ്. ചോദിച്ചിണ്ടായില്ല. അമ്മോട് ഇന്ന് വിളിച്ചു പറഞ്ഞു 10 മണി തൊട്ട് 3 മണി വരെ ഭയങ്കര തിരക്കാണ്. അപ്പൊ ഭയങ്കര പോസ്റ്റ് ആവില്ലേന്ന് പറഞ്ഞിട്ട് 3 മണിക്കാക്കിന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞപ്പോ എണിച്ചിട്ട് കുറച്ചു നേരം ആയിട്ടുണ്ടായല്ലോ. ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇനി പുറത്തിറങ്ങാൻ അമ്പലത്തൊക്കെ തൊഴുത് വരുമ്പിക്കാവൂന്ന് വെച്ചപ്പോ 12:30 ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. ഇവിടുന്ന് എന്തായാലും നമുക്ക് ഇവിടുന്ന് എന്തായാലും 1 മണിക്കൂർ യാത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു 1:30-2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയാൽ കറക്റ്റ് 3 മണിയാകുമ്പോ എത്തും. നമ്മളിവിടുന്ന് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ സമയത്ത് അമ്മേനെ വിളിച്ച് അവരെത്തും. അപ്പൊ എല്ലാരും ഈ വീഡിയോ ഇടാൻ പറ്റില്ലെന്നൊന്നും അറിയില്ല. നല്ലതാണെങ്കിൽ ഇടും അല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് വൈമാളിൽ പോയിരിക്കാം. അപ്പൊ ഞങ്ങൾ വൈമാളിലൊക്കെ പോയിട്ട് വരാന്നിട്ട് ഡോക്ടർ എന്തൊക്കെ പറഞ്ഞെന്ന് നമുക്ക് പറയാം. നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാം. മിക്കവർക്കും അറിയണ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാം അല്ലേ? അപ്പൊ പോവാ. പരിപാടി എന്ന് വെച്ചാല് ടെൻഷൻ
എന്താണ് എത്ര ടെൻഷൻ? എക്സാമിന് ഉണ്ടായി എത്ര ടെൻഷൻ ഉണ്ട്? എനിക്ക് അതല്ല, നിന്നെ ഓർത്തിട്ടാ ടെൻഷൻ. ബേബിനെ ഓർത്തിട്ടല്ല, നിന്നെ ഓർത്തിട്ടാ ടെൻഷൻ. എന്താ വെച്ചിട്ടാ നമ്മളെ അമ്മേനെ അച്ഛനൊക്കെ വെയിറ്റ് ചെയ്യട്ടാ. എന്നെ വിളിച്ചിട്ട് എന്റെ ഭർത്താവിനെ ടെൻഷൻ. എന്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നോക്കിയിട്ടിരിക്കണേ മറ്റേ അമ്മേ തോന്നാണ് മറ്റേ ഗ്ലൂക്കോസ് ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു. എന്താ പറയുമ്പോ എന്റെ ഭാര്യക്ക് ടെൻഷനാണ്. ഞാൻ അങ്ങനെ ഒരു ടെൻഷനായി പോയിന്ന്. ഞാൻ ദുരന്തനായെന്ന് പറയണല്ലേ. സുന്ദരമായി ഇതെനിക്കല്ലേ തന്നത്? വീഡിയോയിലെ കൊടുത്തട്ടാ. എന്തോ എന്തോ കളവനായി 30 വയസ്സാറ്. 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30ആയി. 29 തന്നെ 5 വർഷം പിന്നെ മനസ്സിലല്ലേ ബ്രോ? നമ്പറിൽ നോക്കിയപ്പോ കളവായി. ക്ലാസ് വെച്ചിട്ട് ഇറങ്ങുള്ള അത് കണ്ണിനുള്ള പ്രായം അറിയിക്കാണ്ടിരിക്കാനാണ്. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. കുഞ്ഞു കുട്ടില്ലേ ഉറക്ക ക്ഷീണം. കണ്ണിന് സ്പെക്സ് വെച്ചാൽ ഭയങ്കര ഉറക്ക ക്ഷീണം. എന്റെ ഉറക്കാൻ പറ്റില്ല. 2 ദിവസമായിട്ട് ഞാൻ എനിക്ക് ടെൻഷൻ. അത് ചില ടൈമിൽ ഞാൻ എനിക്ക് ഫസ്റ്റ് എനിക്കാ, എന്നാ പോലും എനിക്കാറില്ല. എന്നിട്ട് ഞാൻ കുത്തിപ്പിടിച്ച് വലിച്ചോണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ മാറിയില്ല. ഇപ്പൊ 5-5:30 നേരത്തെ ഇരിപ്പിക്കുന്നു. എന്തായി സമാധാനായ സന്തോഷം? ഇത്ര നേരത്തെ എനിക്കതാ കുറച്ചൊക്കെ എനിക്ക് അല്ല അതില്ല. എന്നാ ടെൻഷൻ കൊണ്ട് എന്നെ കുറ്റം പറയുന്നു ഇത്ര നേരം. കുറ്റങ്ങളല്ല എനിക്ക് പറയാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞ ആരും മൂടില് പുറക്കും വേണ്ടി. ഞാൻ ഉറങ്ങട്ടെ. എത്ര സമയം ഷൂട്ടല്ല കല്യാണല്ലേ? ഞാൻ ഉറങ്ങട്ടെ. ബായ്. ഞാൻ കണ്ടതൊന്നും ചെറുതായിട്ട് മായി അപ്പേക്ക് അമ്മച്ചനൊക്കെ എത്തും. ഞങ്ങൾ ഹസ്ബൻഡ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛനെ ഈ വണ്ടിയിട്ടുണ്ട്. ഞങ്ങള് ഒരു 2 മിനിറ്റ് എടുക്കുമ്പോഴേക്കും അച്ഛനമ്മയൊക്കെ എത്തും. അപ്പൊ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോണത് കാണിച്ചത് ഒരാളെ സൈഡായി. അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അപ്പോൾ പിള്ളേരൊക്കെ ഇതാ വേഗം ഓടി വന്നിട്ടുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർ വേഗം വന്ന് കാർത്തു എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. നമ്മൾ കാണിക്കുന്നത് സൈമറിലാണല്ലോ. അപ്പം അങ്ങനെ അതാ അമ്മേനെയും ചേച്ചിയോടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാർത്തൂനെ വാങ്ങലാണ്. അത് കഴിഞ്ഞിട്ട് എന്തോ ഫോമൊക്കെ ഇത് ചെയ്യാണ്ടായി. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഏട്ടൻ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കാർത്തുമായിട്ട് എന്തോ ഭയങ്കര സംസാരത്തിലാണ് കേട്ടോ. കാർത്തു സൈലൻ്റ് ആയിരിക്കുമായിരുന്നു അല്ലേ? സൈലൻ്റ് ആയിരിക്കണ കാരണം ഞങ്ങൾ ഭയങ്കര സംസാരമായിരുന്നു. പിന്നെ കുണുക്കെന്താ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് തരാൻ കേട്ടോ. കുണുക്കനോട് ഇപ്പോൾ എടുത്തുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ എടുത്തു തരും. പിന്നെ ചക്കമ്മയും കുണുക്കനും കാർത്തുമൊക്കെ അവിടെ ഭയങ്കര കളിയാണ്. അപ്പം ഞാനും ഏട്ടൻ്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ അമ്മയാണ് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ പൊന്നേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ആദ്യം പൊന്നേച്ചി വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മ പറഞ്ഞു വായോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ഡോക്ടറെ എനിക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഏട്ടൻ ഈ നേരത്ത് വാഷ്റൂമിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ BP നോക്കാൻ വരാൻ പറഞ്ഞപ്പോൾ അമ്മേനെയും കാർത്തൂനും വിളിച്ചിട്ട് വേഗം പോവാണ് BP നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാർത്ത് വേഗം എൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കാർത്ത് എത്തി വശാൽ ചേച്ചി ചോദിച്ചു ആർക്ക് ഉണ്ണിക്കാണോ നോക്കണ്ടേന്ന് ചോദിച്ചു കേട്ടോ. എന്നിട്ട് കാർത്തൂനോട് ചോദിക്കുക കാർത്തൂന് നോക്കണോ കാര്യങ്ങളൊക്കെ ചോദിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ BP കുറച്ച് കൂടുതലായിരിക്കും, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നോർമലായെന്ന് തോന്നുന്നു. ഞാൻ നോർമലായിരുന്നു കേട്ടോ. അതിന് കൂടുതലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കാർത്തൂനെ അങ്ങനെ എന്തൊക്കെയോ കളിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടായി. അങ്ങനെ ഏട്ടന് ഈ സമയമൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഏട്ടന് ഇപ്പോൾ ഇത് വീഡിയോയിലാണ് അല്ലേ, ഇതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെന്തോ വെയിറ്റ് നോക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ തലേദിവസം വെയിറ്റ് നോക്കിയിട്ടുണ്ടായി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഏകദേശം വെയിറ്റ് ഓർമ്മയുണ്ടായിട്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കി അവിടെ കയറുന്നു. പിന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ടായിട്ടോ. വെയിറ്റ് ഹൈറ്റ് ഒന്നും കുഴപ്പമുണ്ടായില്ല, ഒക്കെ നോർമൽ തന്നെയായിരുന്നു. അതുകൊണ്ടൊന്നും അത് അങ്ങനെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം കേട്ടോ. പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിൻ്റെ അവിടെ നിന്നിട്ട്. അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ മേളിൽ പോയി. മേളിലാണ് ഡോക്ടറുടെ ഇത്. അപ്പോൾ ടെൻഷൻ ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിക്കാനായിട്ട് എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്.
അങ്ങനെ നമ്മൾ ഡോക്ടറുടെ റൂമിൽ കയറിയിട്ട് അപ്പോൾ ഡോക്ടർക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർ എന്തൊക്കെ നോക്കി ഓക്കെ അന്ന് പോസിറ്റീവാന്ന് പറഞ്ഞതിൻ്റെ ചിരിയാണ് എൻ്റെ മുഖത്ത് കണ്ടത് പെട്ടത്. അപ്പോൾ അതൊക്കെ നല്ല സന്തോഷമായി. ഡോക്ടർ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. ഓരോ ഇത് ഇങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറയാം. അപ്പൊ ഏട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് എപ്പോഴും ഡൗട്ടാണ് കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാണ്. അപ്പൊ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് മൂത്താളിൽ എന്തെല്ലാം രണ്ടാമത്തെ ആൾക്ക് ഇത്തിരി കൂടുതലാണ്. അപ്പൊ ഡോക്ടർ പറയാം അത് അങ്ങനെ തന്നെ ആയിരിക്കും, രണ്ടാമത്തെ ആൾക്കാർക്ക് ഇത് കൂടുതലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഡോക്ടർ നല്ല ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്കാനിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഡോക്ടർക്ക് ഒരു ഇത്തിരി കൺഫ്യൂഷൻ വന്നിട്ട് വേറെ ഒന്നല്ല ചേച്ചിയില് എന്നെ ഒരേ ഡോക്ടർ കാണിക്കണോണ്ട് ഞങ്ങളുടെ രണ്ടാളും ഡേറ്റ് ആക്കി ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടാ. അപ്പൊ പിന്നെ ഏട്ടാ അവിടെ നിന്നിട്ട് അമ്മേനെയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടാ. അമ്മ നന്നായി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ അമ്മേനെയും റൂമിൽ കയറ്റിയിട്ടുണ്ടായിട്ടാ. അപ്പൊ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ അമ്മയാണ് പറഞ്ഞത്. ഇതിനെ കുറിച്ചൊക്കെ അമ്മയ്ക്കെല്ലാം അറിയുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഡോക്ടർ എന്നോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. മെഡിസിൻ്റെ ഏതൊക്കെ കഴിച്ചെന്നു, പിന്നെ ഇനിയുള്ള മെഡിസിൻസ് ഒക്കെ പറഞ്ഞു തരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇനി പുതിയ മെഡിസിൻസ് ഒക്കെ എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞാണ്. ഡോക്ടറിനൊക്കെ കാണിച്ചിട്ട് വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് പോസിറ്റീവ് വന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ അരിയുണ്ട. അത് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ കാർത്ത് ഓടിപ്പോയി 2 എടുത്തിട്ട് ഒരെണ്ണം എനിക്ക് കൊടുന്നു തന്നു കേട്ടോ. അപ്പം അമ്മ അത് വാലിച്ചേരാണ് മധുരം തരാന്ന് പറഞ്ഞിട്ട്. അപ്പം അമ്മ പറഞ്ഞു വേറൊക്കെ വാങ്ങിത്തരാം, ആദ്യം ഈ മധുരം തരട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനും എനിക്കൊക്കെ തന്നിട്ട് പിന്നെ അങ്ങനെ എല്ലാവരും തരലായി. കുണിക്കനും കുണിക്കും അച്ഛനൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനും പിള്ളേർക്ക് വെച്ച് കൊടുക്കും. ഞാൻ ആദ്യം ഏട്ടനും വെച്ച് കൊടുത്തു കേട്ടോ. എന്താ കുട്ടിയുടെ അച്ഛനല്ലേ, കുട്ടിയുടെ അച്ഛനും കൊടുക്കണ്ടേ. അപ്പം അങ്ങനെ അച്ഛൻ വെച്ച് തരികയാണ്. അപ്പം അങ്ങനെ എല്ലാവരും വെച്ച് തരും. എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു അരിയുണ്ട എന്ന് പറയുന്ന സാധനം. അത് തന്നെ അമ്മ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. അമ്മ വരുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അതാ പൊന്നേച്ചൊക്കെ തരുന്നുണ്ട്. അപ്പോൾ കാത്തുമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വാല് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കിയാൽ കാണാം കാത്തുമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വാലിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അവളാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അല്ല കാർത്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അപ്പം ഏട്ടനും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കഷ്ടപ്പാട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കഴിക്കുന്നു. പിന്നെ പിള്ളേരുടെ മാനേജ് ചെയ്യുന്നു കൊറേ കാര്യം. അപ്പൊ പിള്ളേരും തരുന്നുണ്ട് കേട്ടോ, കൊടുക്കനൊക്കെ കൊണ്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഇറങ്ങാറായിട്ടുണ്ടായിട്ടോ. നമ്മള് മരുന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പം മരുന്നും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നേരെ അമ്മയ്ക്കും ഇത് നിർബന്ധം എന്തെങ്കിലും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണമെന്ന്. അപ്പോൾ അമ്മയും ചേച്ചിയും കൂടിയിട്ട് വാങ്ങാനുള്ളതായിട്ട് ഞങ്ങൾ ബേക്കറിക്ക് പോയതാട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയോട് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ വാങ്ങി കൊടുന്നില്ലേ എന്നൊക്കെ വെച്ചിട്ട് അമ്മ നട്ട്സും കാര്യങ്ങളും ചേച്ചിയും നല്ല സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് സമാധാനമായത്. എന്താ വെച്ചാൽ ഡോക്ടർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ച് നല്ല രീതിയിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ചാൽ എനിക്ക് കുറെ ഡൗട്ട് ഉണ്ടായി. അതൊക്കെ ഞാൻ ഡൗട്ടിന്റെ ഒരു കൂമ്പാരുണ്ട്. ഞാൻ ഫസ്റ്റ് ഡോക്ടറൊരു കൂമ്പാരം ഉണ്ടാകും. അമ്മയും പറഞ്ഞിട്ടാ മൂത്താളുടെ അതല്ല രണ്ടാമത്തെ ആൾക്ക് ഒന്നുകൂടി ഡൗട്ട് കൂടുതലാണെന്ന് ഡോക്ടറോട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഈ സർച്ചിങ് കുറച്ച് കൂടുതലുണ്ട്. എല്ലാത്തിനും ഓരോ സംശയങ്ങളാണ്. അതെങ്ങനെയാവും ഇതെങ്ങനെയാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡൗട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത്. പക്ഷെ ഡോക്ടർ നല്ല കമ്പനി ആയിരുന്നു. നമുക്ക് എല്ലാ സംശയവും ചോദിച്ചറിഞ്ഞ് അതൊക്കെ തീർത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ ഡോക്ടർ എന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് എന്ന് ചോദിച്ചിട്ടാ. അപ്പൊ അത് നല്ല രീതിയിൽ ഞാൻ കാണിക്കുന്നത് സൈമറിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് എപ്പോഴും ആ വഴി തൃശ്ശൂർക്ക് പോകുമ്പോ പറയും നമുക്ക് വിശേഷമൊക്കെ ആണെങ്കിൽ ഇവിടെ കാണിക്കാം സൈമറിലാണെങ്കിൽ. അവിടെ അങ്ങനത്തെ ട്രീറ്റ്മെന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സൈമർ ഹോസ്പിറ്റല്. റീല് കണ്ടിട്ടായാലും കാര്യങ്ങളായാലും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമെന്ന്. നല്ലൊരു വേറെ നല്ലൊരു അടിപൊളി ഫ്ലാറ്റാണ് ഹോസ്പിറ്റലാണ്. അങ്ങനത്തെ ലുക്കാണ് കേട്ടോ. നല്ല സൈലന്റ് അല്ലേ, സൈലന്റ് ഭയങ്കര സൈലന്റാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഗർഭിണികളാണ് അല്ലെങ്കിൽ കുട്ടികളെ കാണാം അല്ലെ. അത് പോയി വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ചെറിയ ഉണ്ണികളെ പ്രസവിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാം. അത് ഫുള്ള് ഇപ്പോൾ നല്ല പണ്ടേ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഈ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അന്ന് എത്തിച്ചവരുടെ ആർക്കൊരു വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഇങ്ങനെ കുഞ്ഞുണ്ണികളെ കണ്ടു കഴിഞ്ഞാൽ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതൊന്നും ഇഷ്ടമല്ല കുഞ്ഞുണ്ണികളെ കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കര ചെറിയ ജനിച്ച സമയത്ത് തന്നെ നമുക്ക് അധികം അങ്ങനെ പിള്ളേരെ കാണാൻ കിട്ടാനില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ കണ്ടാൽ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചത് സൈമറിൽ അതുല്യ മാമിനാണ്. പൊന്നിച്ച് അവിടെ തന്നെയാണ് കേട്ടോ കാണിച്ചത്. അപ്പൊ നല്ല രീതിയില് ഡോക്ടറായാലും നല്ല കമ്പനി ആയിട്ടും ഹോസ്പിറ്റലിൽ എല്ലാരും കേട്ടോ നല്ല രീതിയിൽ നമുക്ക്
എല്ലാം കാര്യങ്ങളൊക്കെ ശരിയായി. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഡോക്ടറുടെ അടുത്ത്. അപ്പൊ ഡോക്ടർ ഇനി എനിക്ക് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് അയക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഇന്ന് അയച്ചു കൊടുത്തു വാട്സപ്പില്. ഡോക്ടർ പറഞ്ഞു നല്ല റിസൾട്ട് ആണെന്നുള്ള അയച്ചു. അപ്പൊ അതും എനിക്കൊരു സമാധാനം. ബ്ലഡ് ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം. ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം BTSCG ലെവല് നോക്കിയപ്പോ 184 കാണിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഒരു 48 മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ അത് ഡബിൾ ആവുകയാണെങ്കിൽ ഹെൽത്തി പ്രഗ്നൻസി ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ നോക്കി. ഇന്നലെ കൊടുത്തപ്പോ ഇന്നലെ ഞായറാഴ്ച കൊണ്ട് റിസൾട്ട് ഇന്നാ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇന്ന് വന്നപ്പോ ഒരു 673 അങ്ങനെ ഉണ്ട്. 673 ഉണ്ട് കേട്ടാ. അപ്പൊ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു സമാധാനമായി. ഇപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോഴും ഇപ്പൊ പക്ഷെ ഞാനൊക്കെ കൂടെ ഓക്കെയാണ് കേട്ടാ. ഡോക്ടറിനൊക്കെ കാണിച്ചു വന്നതിന് ശേഷം ഞാൻ നല്ല ഓക്കെയാണ്. നല്ലല്ലേ? ഹാപ്പി അല്ലേ? അതായത് ഇപ്പൊ കൊറേ ഹാപ്പി. ആദ്യത്തെ ടെൻഷൻസ് ഒക്കെ മാറി. പിന്നെ ഇപ്പൊ ഏട്ടന് കൊറേ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. കാരണം എന്താ ചേർന്നല്ലേ സ്റ്റെപ്പ് കയറാൻ പറ്റാത്തതാണ് എന്ത് കാര്യത്തിന് ഏട്ടൻ കയറണം. പിന്നെ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കും. ഏട്ടൻ തന്നെ എല്ലാം ചെയ്യണട്ടേക്ക്. ഇത്തിരി പുറം വേദനയൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഏട്ടൻ തന്നെ ചെയ്യണേ അല്ലേ? പിന്നെ ഇപ്പൊ എന്താണെന്നറിയില്ല, എന്നെ കുളിപ്പിച്ചിരുന്നു, എനിക്ക് ഫുഡ് വാരിത്തരുന്നു. ഞാൻ പറഞ്ഞേട്ടെ ഇതിനൊക്കെ ഇനി സമയമുണ്ട്, ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ആളത് ഭയങ്കരമായിട്ട് ചെയ്യുന്നു. ഇഷ്ടം കൊണ്ടാണോ? ഇഷ്ടം കൊണ്ടല്ലേ? ഇന്നലേക്ക് ഫുഡൊക്കെ വാരി തന്നിട്ടേക്ക്. ഇന്നലെ രാത്രിയൊക്കെ ചെറിയൊരു മൈഗ്രെയിൻ ഒക്കെ വന്നിട്ട് ഈ തലവേദന വന്ന ഈ സമയത്ത് നമുക്ക് മരുന്ന് കഴിക്കാനോ വേറെ ഒന്നും പറ്റില്ല അല്ലേ? എന്താ ഉയർന്നിരിക്കാനാണോ? പുറം വേദന കാരണം ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് കുറച്ചേരം കൂടി ഇരുന്നാ വേദനയ്ക്കില്ല. ഞാൻ സാധാരണ ഇരിക്കുമ്പോ ഇപ്പൊ ചാരി ഇരിക്കാറ്. അത്യാവശ്യം പുറം വേദനയുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തലവേദന ഉണ്ടായിരുന്നു. മൈഗ്രെയിൻ ഉണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഉള്ള ആളായോണ്ട് പിന്നെ ഈ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മൈഗ്രെയിൻ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്ന് ഉറങ്ങുക തന്നെ, വേറെ ഒന്നും മരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. പിന്നെ തലയിൽ തേക്കുന്ന ഒരു വിക്സ് പോലത്തെ സാധനം തേച്ചിട്ട് കിടന്ന് ഉറങ്ങി. പക്ഷെ ഉറങ്ങി ഇപ്പൊ എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങിയാലും ഉറക്ക ക്ഷീണം മാറാത്ത പോലെ എനിക്ക്. ഇപ്പൊ ഇങ്ങനെ വല്ല ഡേയുടെയൊക്കെ നമുക്ക് എനിക്ക് തന്നെ ഉണർന്നില്ല അല്ലേ? അല്ലെങ്കിൽ ഏട്ടൻ വന്ന് വിളിക്കണം കുഞ്ഞി എനിക്കെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ എന്തൊന്നും അറിയില്ല. പീസോടിയുള്ള സമയത്ത് നല്ല ക്ഷീണമായിരുന്നു. അപ്പൊ അത്ര ക്ഷീണമില്ല. പിന്നെ രാത്രി ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഉറക്കം കിട്ടി വരാൻ ആദ്യം കട്ടില് കണ്ട അപ്പം ഇടുന്ന ഉറങ്ങാമായിരുന്നു. ഉറക്കം കിട്ടി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ഏറ്റവും വലിയ പരിപാടി വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്തൊക്കെ ക്ഷീണം ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചോണ്ടിരിക്കുക. ചേച്ചിയോട് ചോദിക്കുന്നത് എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട്, എനിക്കത് തോന്നുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് ഛർദിക്കാനുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചോണ്ടിരിക്കട്ടെ. പിന്നെ ഛർദിക്കണേന്റെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി ഉണ്ടാവും അറിയില്ല. ചില ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടാത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ പോയപ്പോ ഞാൻ ആദ്യമായിട്ടാണ് പാലട പായസം കണ്ടിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് വന്നു. അതുകൊണ്ട് ഇവിടുത്തെ പാലട വേണ്ട, പാലട വേണ്ടാന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം പാലടൊക്കെ വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രാക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ അങ്ങനെ ഫുഡില് പാലട ഒന്നാമത് ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്ന ആളാണ്, അങ്ങനെ ഒന്നും മാറ്റി വെക്കുന്ന ആളല്ല. പാലട മാറ്റി വെച്ചത് എനിക്ക് തന്നെ മൈൻഡിൽ പോയിട്ട് എന്തപ്പോ ഫുഡൊന്നും ഇഷ്ടം തോന്നുന്നില്ല. അങ്ങനെ ചില സാധനങ്ങളോട് ഇഷ്ടമില്ലായ്മ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് മീൻകറി വെച്ചപ്പോ ഞാൻ പറഞ്ഞു മീൻകറി കുഴപ്പമില്ല, കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അമ്മോട് ചേർന്ന് പറയും ഫസ്റ്റത്തൊന്നും നോക്കണ്ട, ഒക്കെ മാറി പറയുന്നത്. പിന്നെ ഈ ചോറിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നില്ല. വേറെ ഈ അപ്പം അങ്ങനത്തെ ഫുഡിനോടൊക്കെ ഇഷ്ടം തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. ഇന്നലെ പോലെ ഞാൻ ചോറിനൊക്കെ തോന്നാത്തോണ്ട് അപ്പൊക്കെ കഴിച്ചത്. മീനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നു അറക്കല്ല കേര. അപ്പൊ കുറച്ച് കഴിയുമ്പോ വെച്ചതിന് ശേഷം ഇനി മീൻ ഇഷ്ടപ്പെടൂല ചിന്ത വന്നു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ചിന്തിച്ചോണ്ടിരിക്കുന്നു വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇനി ഉണ്ടാക്കി കഴിഞ്ഞ് മീൻകറി ചിലവരും പറഞ്ഞിട്ടുണ്ട് മീൻകറിയുടെ ഇഷ്ടം കുറവായിരിക്കുന്നത്. പിന്നെ അത് ഇഷ്ടം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ കുഴപ്പമില്ല. മീൻകറി കണ്ണിമാങ്ങച്ചാറൊക്കെ കൂട്ടി കഴിച്ചുട്ടാ. പിന്നെ ഫുഡ് ഞാനിപ്പോ പരമാവധി എന്നെങ്ങാട്ടും പെറ്റണേങ്ങാട്ടും കൂടുതലും കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല കുഞ്ഞിന്റെ ഞാൻ കുറച്ച് ഇന്നലെ ഒന്ന് ശ്രദ്ധിക്കായിരുന്നു. ആ ഒരു ജീവിത ശൈലി ഒന്ന് മാറണ് ആ ഒരു ഡേയില്. ആ ഒരു എന്താ പറയാ പെട്ട ഒരു മാറ്റം. ഞങ്ങള് രാവിലെ പോകുമ്പോ ഞാൻ ഇവിടെ കല്യാണത്തിന് പോലെ എന്ത് പരിപാടിക്ക് പോലും ഫുഡിന്റെ കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ കൊടുന്ന് തന്നാ പോലും കഴിക്കാറില്ല. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നോ, അത് കഴിച്ചിട്ട് വേണം എനിക്ക് മരുന്ന് കഴിക്കാൻ. അപ്പൊ അങ്ങനത്തെ ഒരിത്തിരി ഉത്തരവാദിത്തങ്ങളും. അതായത് കുഞ്ഞിന് PCOD ഉള്ള ടൈമിൽ പോലും കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കാറുണ്ടായില്ല.
പക്ഷെ ഇപ്പൊ ഒരാളിവിടെ വന്ന് എന്നുള്ള രീതിയിലേക്ക് ആകുമ്പോ കുഞ്ഞ് കുറച്ചും കൂടെ നല്ല രീതിയിലേക്ക് അതിപ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരാളും കൂടി ഉള്ളു. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കുമ്പോ പറയും കുഞ്ഞാൻ നന്നായി ശ്രദ്ധിച്ചോളൂ, കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഇപ്പൊ കുണുക്കനാണ് കേട്ടോ. രാവിലെ എണിച്ചാ 2 ചേച്ചിമാരെ വിളിക്കും. 2 ചേച്ചിമാരെ വയറ്റിൽ ഉണ്ണി ഉണ്ടല്ലോ, അതുകൊണ്ട് 2 ചേച്ചിമാരെ വിളിക്കും. അതുപോലെ വിവരങ്ങളൊക്കെ അമ്മോട് രാവിലെ എണിച്ച ചോദിക്കുന്ന പറയുണ്ടായി. 2 ചേച്ചിമാർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ വിളിച്ചോണ്ടിരിക്കുന്നെങ്കിൽ എന്നാ വരിക അവനൊന്ന് കിട്ടണം കയ്യില്. ചക്കമ്മാന്ന് പറഞ്ഞാൽ വിളിക്കൊന്നുമില്ല. പക്ഷെ കുണക്കൻ ഭയങ്കര ഇതാ വിളിക്കല് അന്വേഷിക്കലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളെ കുഞ്ഞനിയെ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മോന്റെ ഉണ്ട്, ഞങ്ങളുടെ കുഞ്ഞനി ഇങ്ങനെ വിളിച്ച അന്വേഷിക്കുമ്പോ അതൊരു പ്രത്യേക സന്തോഷം. അത് ഈ പറഞ്ഞ പോലെ അന്വേഷണം നല്ലൊരു നമുക്ക് അത് വലിയ ആൾക്കാരെ കിട്ടാണ്ട് ചെറിയ പിള്ളേര് നമ്മളെ എല്ലാ കളിയുടെ ഇടയിൽ അവർ നമ്മളെ ആലോചിക്കാന്ന് പറയുമ്പോ ഇപ്പൊ കുണുക്കേട്ടനെ അതിലിടയ്ക്ക് കാർട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാപ്പന ആദ്യം ചോദിക്കുക നാളെ എന്തോ ഉണ്ടാക്കിയപ്പോ അവൾ കഴിച്ചോണ്ടിരിക്കുക. അപ്പൊ പാപ്പ ഇവിടെ കൊള്ളിണ്ട് വരുന്നുണ്ട് കഴിക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ നമുക്ക് ഏട്ടനൊക്കെ അങ്ങനെ ഒന്നും അറിഞ്ഞിരുന്നില്ല. പിള്ളേരൊന്നും അധികം ഇല്ലാത്തോണ്ട് ഇങ്ങനെ ഇവിടെ അധികം ഒന്നും ഇല്ലാത്തോണ്ട് അത് ഇപ്പോഴാണ് ഏട്ടാ അതൊക്കെ പഠിച്ചു തന്നിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോശമായിട്ടുണ്ടാവും. പിന്നെ അത് മാത്രല്ല എന്താ പറയാ, ഈ എല്ലാരും ഇപ്പൊ ഈ ഫസ്റ്റ് വീഡിയോ ഇട്ടല്ല കൊറേ കമന്റുകളും കൊറേ മെസ്സേജുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവ് കൊടുക്കാൻ ആര് കൊടുത്തില്ല. ഞാൻ കമന്റിലൊന്നും ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കി ചിലത് കൊടുക്കേണ്ട ആരൊക്കെയെന്ന് അറിയില്ല. ഇൻസ്റ്റയിലിട്ടല്ലേ കമന്റ് കൊറേ കമന്റ്സും നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മളെ കുറെ പേര് വിഷ് ചെയ്യണുണ്ട്, കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര സന്തോഷം. കുറെ പേര് എന്നെ പറയുന്നത് ശ്രദ്ധിക്കട്ടെ കുഞ്ഞ് അത് ഇത് എന്നൊക്കെ പറയുമ്പോ നല്ല ഹാപ്പിയാണ്. അപ്പൊ ആരും ഇത് വിചാരിക്കണ്ട നമുക്ക് റിപ്ലൈ തരാത്തതിന് വിഷമം വിചാരിക്കരുത്. അത്രേ ഉള്ളൂ. അത്യാവശ്യം കമന്റ് വരുമ്പോ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കും ഭയങ്കര ചില ടൈമില് മാത്രമേ ഈ ഫോണിൽ ഇരിക്കാനും ആയിട്ടുള്ളൂ. ചില സമയത്ത് സിനിമ കണ്ടിരിക്കാൻ എനിക്കിപ്പോ സിനിമയോട് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ അങ്ങനത്തെ മൈൻഡൊന്നും ഇല്ലാട്ടാണ് നമുക്ക് ചില നേരത്തെ തന്നെ ഫോണിൽ നോക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നോക്കി പെട്ടെന്ന് എടുത്ത് വെക്കുക അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ഡോക്ടറെ കാണിക്കുന്ന സമയമാവട്ടാവും അല്ലെ, ഒന്നരാഴ്ച നമുക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ പോണം. ഇന്ന് ഞാൻ ഷൂട്ടിന് പോകാൻ നിൽക്കാതാണ്. നമുക്ക് ഒരു റെസ്റ്റ് ഇല്ല. എന്നോട് എല്ലാരും പറയുന്നത് റെസ്റ്റ് എടുക്കാൻ. ഞാൻ ഇവിടെ അടുത്തേക്കുള്ളതിന് മാത്രമേ ഇപ്പൊ പോകണുള്ളൂ കേട്ടോ. ലോങ്ങാണ് ഞാൻ പോവാണ്ടിരിക്കാൻ നോക്കുന്നത്. നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയില് ഈ കൊടുങ്ങല്ലൂർ സൈഡിലൊക്കെ പതുക്കെ വണ്ടിയിൽ പോണേ, വേറെ ഒന്നല്ല. ഒറ്റയ്ക്ക് ഇരിക്കുക. ഇവിടെ ഒരു ഇങ്ങനെ റോഡ് സൈഡ് ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഓട്ടം വരും. ഇന്നാളെ ഞാൻ ഷൂട്ടിന് പോയപ്പോ ഒരു ലോട്ടറിക്കാരെ ഞാൻ പോയതിന് ശേഷം വന്നിട്ട് വീണ്ടും ചോദിക്കല്, പിന്നെ വീടിന്റെ ചുറ്റും നോക്കുക, അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്കും ടെൻഷനാണ്. അപ്പൊ അങ്ങനത്തെ സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മനസ്സിൽ സെൻസിറ്റീവ് ആയിരിക്കും അല്ലെ. നമ്മുടെ ഒരു മനസ്സ് ടെൻഷനും കാര്യങ്ങളും പിടിച്ചു നിൽക്കാനൊരു ഇതില്ല കേട്ടാ. പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് ആയിട്ട് തന്നെ എനിക്ക് പേടി ഭയമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റിസ്ക് ആണ്. പിന്നെ ഹെവി വർക്ക് എനിക്ക് വെഡിങ് വരുമ്പോൾ കുഞ്ഞിനെ എന്തായാലും വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പൊ അടുത്തടുത്തുള്ളത് ഇപ്പൊ ഇതാകുമ്പോ എനിക്ക് വലിയ പണിയൊന്നുമില്ല, വെറുതെ ഹാറിലിരിക്കുക, അവിടെ പോയി റെസ്റ്റ് എടുക്കുക വേണ്ടോട്ടോ. ഇത് ആഡ് ഷൂട്ട് ആയതുകൊണ്ട് ഇരിക്കും, പിന്നെ എന്റെ ഒരു ഹെൽപ്പറും അങ്ങനൊക്കെ മതി. അപ്പൊ അതുകൊണ്ട് പിന്നെ വിഷയമില്ലാത്തതുകൊണ്ടാണ് ഞാന് കൂടെ പോണത്. ചെറിയ ചെറിയ സ്ഥലങ്ങൾക്കൊക്കെ പോകണല്ലോ. പിന്നെ പരമാവധി ഞങ്ങളോട് പറ്റണ പോലെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ സ്റ്റെപ്പ് കാര്യങ്ങളും അതിലൊക്കെ നല്ല ശ്രദ്ധയുണ്ട്. ഇപ്പൊ വണ്ടി ഓടിക്കല്ലാതെ ഏട്ടടക്കെ ചിന്തിക്കോ ഒന്ന് സ്പീഡിൽ വിടാനൊരു ആഗ്രഹം. ചില ടൈമിൽ കഴിയോ ചവിട്ടിന്ന് കിട്ടാൻ പിന്നെ ആലോചിക്കോ വേണ്ട. അപ്പൊ ഇപ്പൊ ഞങ്ങള് 60-70-70 പോയി ഞങ്ങളിപ്പോ 20-30-40 പിടിച്ചു പോകണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പ്രധാനപ്പെട്ട ഈ വണ്ടി ഓടിക്കുമ്പോ ചില കാറുകളൊക്കെ നമ്മളിങ്ങനെ ഇതാക്കി പോവാ, ദേഷ്യം ഇടിക്കാൻ വേണ്ടി വരുമ്പോ അപ്പൊ നമ്മ ചില ടൈമിൽ ദേഷ്യത്തില് ഇവനൊന്ന് വെച്ച് വെട്ടിച്ചവന് പോണം. പക്ഷെ ആ മൈൻഡ് എന്നെ മാറി അത് അയ്യോ ഇവിടെ ഒരാളല്ലേ സേഫ് ചെയ്ത് പോണ്ട്. ബിക്കോസ് സേഫ് ചെയ്ത് പോണം. പക്ഷെ എന്റെ ഒരു ക്യാരക്ടർ പറഞ്ഞാണെങ്കിൽ പെട്ടെന്നൊരു ഇത് തോന്നും സ്പീഡിൽ പോവാനായിട്ട്. ആ മൈൻഡ് കെട്ടായി.
ഇപ്പൊ ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് മൈൻഡ് ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ കിടന്നിട്ട് കുറച്ചേരത്ത് പറയും നമുക്ക് വേറെ വേറെ ചിന്തകള് വേറെ വേറെ കാര്യങ്ങളൊക്കെ വന്നു. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും തോന്നുന്നു. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ പൊന്നീച്ച സ്കാനിങ്. അപ്പൊ അതും നല്ല രീതിയിൽ പോട്ടെ. അത് കഴിഞ്ഞ് എനിക്ക് സ്കാനിങ്ങിന് അടുത്ത് പോകണം. അപ്പൊ ഞങ്ങൾ രണ്ടാളും അധികം വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ അങ്ങനെ രണ്ടാളും ഒരാഴ്ചയുടെ ഡിഫറൻസിലൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ തന്നെ അമ്മ പറഞ്ഞു അടുത്ത സ്കാനിങ് ഇത്രാം തീയതി ഡോക്ടർ പറഞ്ഞു. അല്ല അത് പിന്നല്ലേ. അപ്പൊ പറഞ്ഞു അല്ല അത് മൂത്താളല്ലേ ഇത് രണ്ടാമതാളെ. അപ്പൊ ഡോക്ടറെ പറയാം കൺഫ്യൂഷനായി രണ്ടാളുള്ള കാരണം പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണവരൊക്കെ പറയുന്നത് 2 ഉണ്ണികൾ ഒരുമിച്ചാവൂല്ലോ എന്നൊക്കെ. അതും നമുക്ക് ഭയങ്കര സന്തോഷം. ാറത്ത് നമ്മുടെ PK കപ്പിൾസ് കീർത്തി നിങ്ങൾക്ക് ടെൻസ് ആവട്ടെ എന്ന് ഞാൻ വാർത്തയിൽ ചോദിച്ചപ്പോ അത്ര വാർത്തനാണ് എനിക്ക് നോക്കാൻ ആരോഗ്യമില്ല എന്ന് പറഞ്ഞു. കീർത്തി ചേച്ചി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ അന്വേഷിച്ച കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല സന്തോഷമായി പോകണം. അപ്പൊ എനിക്കാണ് കൂടുതൽ കുറച്ച് പണി കൂടുതൽ. ഇപ്പൊ ഹീറോനും കൂടെ ഞാൻ ഇതിനെ പട്ടിക്കുട്ടിയെ നോക്കണം. ഇനി വരാൻ നോക്കണ്ടായിരുന്നുള്ളു. ഇപ്പൊ പിന്നെ കുഞ്ഞിനും അത്യാവശ്യം പറഞ്ഞ പോലെ ഈ അടുക്കളയിലാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിനെ പറഞ്ഞു ഞാൻ വേണ്ട കുറച്ച് ഞാൻ തന്നെ ചെയ്തോണ്ട് 3 മാസം എന്തായാലും റെസ്റ്റ് എടുക്കാന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കുമ്പോ ഏട്ടന് കുറച്ച് റെസ്റ്റ് കൊടുക്കും. അതെ ഇപ്പൊ എന്നെ നോക്കട്ടെ. നീ പറഞ്ഞ ശരിയാണ്. ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത് അത് വേറെ ഷെബിജയുടെ നല്ല ഹോസ്പിറ്റൽ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് നല്ല പടിയാ പോയിട്ട് റെസ്റ്റ് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഏട്ടനത് പഠിച്ചു തരുന്നല്ലേട്ടാ. ഓൾറെഡി സ്റ്റുഡിയോ സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവനെയും കുറച്ച് കാര്യങ്ങള് എന്റെ പോവാൻ പറ്റിയിട്ടില്ല. അപ്പൊ വേറൊന്നും എല്ലാരും പ്രാർത്ഥന ഗ്രഹങ്ങളെല്ലാം ഉണ്ടാവണം. പറഞ്ഞ പോലെ എല്ലാരും ഞങ്ങളെ കൺഗ്രാറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ തിരിച്ചും നന്ദി പറയുന്നു. ഫുൾ ടൈം എന്നെ കുറിച്ച് എല്ലാരും പ്രാർത്ഥിക്കും. എന്നെ അടിയണല്ലേ. അതെ അതേപോലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോട്ടെ. അപ്പൊ ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോ എത്ര പെട്ടെന്ന് വരാം. ബൈ.